ഉളുഹിയ്യത്ത് വളരെ ശ്രേഷ്ഠമായ കർമ്മമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പെരുന്നാൾ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മം ഉളുഹിയ്യത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബലിയറുക്കുന്ന മൃഗം, അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ കുളമ്പുകളും അതിൻ്റെ രോമങ്ങളും എല്ലാം ഉൾപ്പെടെ നാളെ ഖിയാമത്ത് നാളിൽ വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ രക്തം ഭൂമിയിലേക്ക് ഇറ്റുന്നതോടുകൂടി അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനം ലഭിക്കുമെന്നും അതിനാൽ നല്ല മനസ്സോടുകൂടി ഉളുഹിയ്യത്ത് നിർവഹിക്കണമെന്നും ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഉളുഹിയ്യത്തിന് വേണ്ടി തയ്യാറാകുന്ന നേരത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ ഞാൻ ചെയ്യുകയാണെന്നും ആ ശ്രേഷ്ഠമായ അമൽ അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടും കൂടി നിർവഹിക്കുവാൻ എനിക്ക് കഴിയണമെന്നുമുള്ള നീയത്ത് നമ്മുടെ എല്ലാവരുടെയും കൽബിൽ ഉണ്ടാകണം. ഇത് നാം മറ്റാരെയും കാണിക്കാൻ വേണ്ടിയോ മറ്റൊരാളെ കവച്ചു വെക്കാൻ വേണ്ടിയോ മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയോ ചെയ്യുന്നതല്ല. നമുക്കിതിന് പ്രതിഫലം നൽകേണ്ടത് അല്ലാഹുവാണ്. നമ്മളിവിടെ ഒരു മൃഗത്തെ വാങ്ങി അറുത്തു കൊടുത്താൽ അതിന് പ്രതിഫലം നൽകാൻ ഇവിടെ ആർക്കും കഴിയുകയില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലിനും ആ അമലിന് കണക്കാക്കി പ്രതിഫലം നൽകാൻ കഴിയുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീനാണ്. അപ്പോൾ അല്ലാഹു ആകുന്ന രക്ഷിതാവ്, ആ രക്ഷിതാവിങ്കൽ നിന്ന് എനിക്ക് വണ്ണമായ പ്രതിഫലം ലഭിക്കുവാനുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഉളുഹിയ്യത്ത് കൊണ്ട് എന്താണ് പ്രതിഫലം ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞത് ഉളുഹിയ്യത്തിന്റെ മൃഗത്തിന്റെ ഓരോ രോമത്തിനനുസരിച്ചും നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട് എന്നാണ്. നമ്മൾ വാങ്ങുന്ന ഓരോ മൃഗത്തിന്റെയും രോമത്തിനനുസരിച്ച്, രോമകൂപങ്ങൾക്കനുസരിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്കതിന് പ്രതിഫലം കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സാക്ഷിയായി ഹാജരായി നമുക്ക് വേണ്ടി വാദിക്കേണ്ട, നമ്മെ സിറാത്തിലൂടെ കടത്തിക്കൊണ്ടുപോകേണ്ട, മഹ്ശറയുടെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഒരു അമലാണ് നമ്മൾ ദുനിയാവിൽ ചെയ്യുന്നത് എന്നുള്ള വലിയ ഒരു ചിന്ത ഉളുഹിയ്യത്ത് നിർവഹിക്കുന്ന എല്ലാവരുടെയും കൽബിൽ ഉണ്ടാകണം. മറ്റു മദ്ഹബുകളിലൊക്കെയും നിർബന്ധമായതുകൊണ്ട് ഹനഫി മദ്ഹബിൽ വാജിബാണ്. മറ്റു മദ്ഹബുകളൊക്കെ അതിന് നൽകിയ പ്രാധാന്യം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ ഉളുഹിയ്യത്തിന് കഴിവുണ്ടായിരിക്കെ അത് ചെയ്യാത്തത് കറാഹത്തിന്റെ ഗണത്തിൽപ്പെടുമെന്ന് മഹാന്മാരായ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉളുഹിയ്യത്ത് കൊടുക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ട്. ഉളുഹിയ്യത്തിന് ഒരു മൃഗത്തെ വാങ്ങി നൽകുവാനോ ഒരു ഷെയർ ചേരുവാനോ ഒക്കെയുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടും ഉളുഹിയ്യത്ത് ചെയ്യാത്തത് കറാഹത്താണ് എന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ ഉപേക്ഷിക്കരുതെന്ന് അതിന്റെ പ്രാധാന്യത്തെ തൊട്ട് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കൊല്ലം മദീനയിൽ ഉണ്ടായിരുന്നു. ആ 10 കൊല്ലവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലി നടത്തിയതായി മഹാന്മാരായ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാം. അവിടെ തുടർച്ചയായി 3 ദിവസം അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നും പട്ടിണിയായിരുന്നു എന്നും ഈന്തപ്പഴം കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്നുമൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ആ വീടിന്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിക്കാനുള്ള കൂജയും ഒരൽപ്പം ഭക്ഷണവുമല്ലാതെ പലപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയതൊക്കെ നമുക്കറിയാം. ആ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 കൊല്ലം മദീനയിൽ താമസിച്ച 10 കൊല്ലവും ആ 10 കൊല്ലവും ഉളുഹിയ്യത്ത് നടത്തിയതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ പ്രയാസങ്ങളുടെ ഇടയിലും നബി തങ്ങൾ ഉളുഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. അത്രയേറെ പട്ടിണിയിൽ താമസിച്ച കാലത്ത്, വറുതിയുടെ കാലത്ത്, യുദ്ധങ്ങളുടെ കാലത്ത്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത് ഉളുഹിയ്യത്ത് നടപ്പിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൽപര്യമെടുത്തതായി മഹാന്മാരായ മുഹദ്ദിസുകൾ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി തരുകയാണ്.
ഇതെല്ലാം ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യത്തെ നമ്മെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇക്കൊല്ലം ചെയ്യേണ്ടതില്ല എന്നാരും മനസ്സുകൊണ്ട് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മുടെ കൽബിലുണ്ടാകണം. അവിടുന്ന് മദീനയിലുള്ള 10 കൊല്ലവും ഉളുഹിയ്യത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടാകുമ്പോഴെല്ലാം എന്റെ ആയുസ്സിൽ എത്ര കാലമുണ്ടോ അത്രയും കാലം ഒന്നുകിൽ ഒരു ഉരുവിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഷെയർ ചേർന്നുകൊണ്ടാണെങ്കിലും ആ കർമ്മം ഞാൻ ചെയ്യുമെന്ന് കൽബുകൊണ്ട് നിയത്ത് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് എന്ന് പറയുക. അതിനെയാണ് ദീൻ, പരിശുദ്ധമായ ദീനിനോടുള്ള അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുക. എല്ലാ കൊല്ലവും ഞാൻ നടത്തേണ്ടതുണ്ടോ എന്ന ചിന്ത നമ്മുടെ കൽബിൽ വരേണ്ടതില്ല. മറിച്ച് കഴിയും പോലെ എല്ലാം പരിശുദ്ധമായ ഉളുഹിയ്യത്തിന്റെ കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. ആദ്യം ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു സൽക്കർമ്മമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ കൽബിലെ ഒക്കെ നീയത്ത് ഇതിന് നാളെ പരലോകത്ത് കൂലി കിട്ടണം എന്നായിരിക്കണം, അല്ലാതെ ഇത് മറ്റുള്ള ആളുകളെ കാണിക്കണം എന്നല്ല. നമ്മുടെ കൽബിൽ അങ്ങനെ ഒരു ചിന്ത വരാനേ പാടില്ല. ഇതൊരു അമലാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ ജുമുഅയ്ക്ക് വന്ന ഏതെങ്കിലും ഒരാൾ മനസ്സിൽ ഞാൻ ജുമുഅയ്ക്ക് പോകുന്നത് നാട്ടുകാരൊക്കെ കാണണം എന്ന് വിചാരിച്ചു വന്നതാണ് എന്ന് തോന്നുന്നില്ല. നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് ജുമുഅ ദിവസം വളരെ ശ്രേഷ്ഠമായ ദിവസം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒന്നിച്ചുകൂടാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ജുമുഅ നിസ്കാരത്തിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. അതൊരാൾ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഒരാളെയും കാണിക്കാനല്ലല്ലോ നമ്മൾ ജുമുഅയ്ക്ക് വന്നത്. അതുപോലെ നമ്മുടെ ഉളുഹിയ്യത്തും ഒരാളെയും കാണിക്കാനുള്ളതല്ല, ആരെങ്കിലും ബോധിപ്പിക്കാനുള്ളതും അല്ല. അതിന്റെ കൂലി അല്ലാഹുവിങ്കൽ കിട്ടേണ്ടതായതുകൊണ്ട് തന്നെ വളരെയേറെ സന്തുഷ്ടമായി, വളരെയേറെ സംതൃപ്തിയോടുകൂടി ആ അമൽ ചെയ്യുവാനുള്ള മുന്നൊരുക്കം നമ്മിൽ നിന്നെല്ലാവരിൽ നിന്നും ഉണ്ടാകണം. ഉളുഹിയ്യത്തിന്റെ മൃഗങ്ങളെ വാങ്ങുമ്പോൾ അതിന്റെ പ്രായമെത്തിയിട്ടുണ്ടോ എന്നറിയണം. ഏതെങ്കിലും ഒരു മൃഗത്തെ വാങ്ങി അറുത്താൽ അത് ഉളുഹിയ്യത്താവുകയില്ല. ഉളുഹിയ്യത്തിന് പറഞ്ഞ മാനദണ്ഡങ്ങളൊത്ത മൃഗമാണോ എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് ഉറപ്പാക്കുക. ഇത് ഉളുഹിയ്യത്തിന് പറ്റിയ മൃഗമാണോ, അതിന്റെ പ്രായമെത്തിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും കൃത്യമായ ബോധ്യത്തോടുകൂടി ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് എല്ലാ സൂക്ഷ്മതയും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ മുതൽ അതിന് കുറവുകളില്ലാതെ അതിന്റെ പ്രായമെത്തി എന്നുറപ്പാക്കി അതിന് വേണ്ട ഗുണഗണങ്ങളെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ നമ്മൾ വാങ്ങുകയും ഉളുഹിയ്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ ഉളുഹിയ്യത്തിന്റെ ഇറച്ചി അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആളുകളെയും സമീപിക്കും. ആ ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ കൂലി പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ എൻ്റെ മൃഗത്തെ നന്നാക്കി തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസ തരാമെന്ന് പറയും. പലപ്പോഴും ജോലി കഴിയുമ്പോൾ കൂലി കൊടുക്കാറില്ല. ഇവിടെയൊന്നുമല്ല, വേറെയുള്ള പല സ്ഥലത്തെയും കാര്യം ഞാൻ പറയാണ്. പല സ്ഥലങ്ങളിലും ഇവിടൊക്കെയുള്ള നല്ല ആളുകളാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ പലരും കൂലി കൊടുക്കാറില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഉത്തരം പറയേണ്ടി വരുമല്ലോ. ഈ അമല് സ്വീകരിക്കപ്പെടുകയില്ല. അവൻ മനസ്സ് നീറിക്കൊണ്ടാണ് പോയത്. റബ്ബേ, ഞാൻ ജോലി ചെയ്തിട്ട് ഇയാൾ കൂലി തന്നില്ലല്ലോ എന്ന് മനസ്സ് നീറിക്കൊണ്ടുപോയാൽ ഈ ഇറച്ചി ഈ മഹല്ലിലെ 100, 120, 200 വീട്ടിലെത്തിയാൽ പോലും അള്ളാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട്, ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട്, ഒരാളോടുള്ള കരാറ് പൂർത്തീകരിക്കാതെ, ഒരാൾക്ക് നാം കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്തത് നിറവേറ്റി കൊടുക്കാതെ അള്ളാഹുവിങ്കൽ അമല് സ്വീകരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കരുത്. മറിച്ച് ഒരമല് ചെയ്യാണല്ലോ, അതിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി നാം മനസ്സിലാക്കുക. അതുപോലെ അറുക്കാൻ വേണ്ടി നാം ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ ഉളുഹിയ്യത്ത് നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ തന്നെ അറുക്കലാണ് ഏറ്റവും നല്ലത്. അറുക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനായിരിക്കുകയെങ്കിലും വേണം. ഇനി നമ്മൾ ഒരാളെ ഏൽപ്പിച്ചെന്ന് വിചാരിക്കുക, നമ്മളെ ഏൽപ്പിച്ചാൽ ചില ആളുകൾ ഏൽപ്പിച്ചാൽ ഈ അറുക്കാൻ വരുന്ന ആളുകൾക്കും കൈമടക്ക് കൊടുക്കാറില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറുക്കാൻ വരുന്ന മൊല്ലാക്കന്മാർക്ക് ചിലർ വിചാരിക്കും, ചില ആളുകൾ കൊടുക്കാറുണ്ട്, ചിലർ വിചാരിക്കും ഇതൊക്കെ നമ്മളെ മൊല്ലാക്കന്മാരല്ലേ എന്ന് വിചാരിച്ച്
പൈസ കൊടുക്കാത്ത വിളവന്മാരുമുണ്ട് ആ കൂട്ടത്തിൽ. അത് ഇഷ്ടം കൊണ്ട് കൂടിയാണെന്നാ തോന്നുന്നത്, നമ്മളെ സ്വന്തം ആളുകളാണെന്ന് വിചാരിച്ചിട്ട് അവരുടെ അധ്വാനത്തിന് മതിയായ, അവർക്ക് മനസ്സിന് തൃപ്തിയാകുന്ന, നമുക്ക് മനസ്സിന് തൃപ്തിയാകുന്ന ഒരു സംഖ്യ കൊടുക്കേണ്ടതില്ലേ? അവർ ചെയ്യുന്ന അധ്വാനം വലുതല്ലേ? അതുകൊണ്ട് തന്നെ അറവിന്, അത് വെട്ടുന്നതിന്, അത് നന്നാക്കുന്നതിനൊക്കെയുള്ള കൂലി അത് കൃത്യമായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ ഒരു ഉരുവിനെ വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ, റബ്ബിന്റെ മാർഗത്തിൽ ഉദ്ഹിയ്യത്ത് നടത്താൻ കഴിയുമെങ്കിൽ അനുബന്ധമായി ചെലവുകളൊക്കെയും അതിന്റെ കൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതേയുള്ളൂ. പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നാം നിർവഹിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ വളരെ കുറ്റമറ്റതായിട്ടാണ് നാം അതിനെ നിർവഹിക്കുന്നതെങ്കിൽ അള്ളാഹു അതിന് തരുന്ന പ്രതിഫലം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ പ്രതിഫലമാണ്. ആ പ്രതിഫലങ്ങളെ കുറിച്ചാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നത്. ആ പ്രതിഫലം കരസ്ഥമാക്കണമെന്ന ഉത്കടമായ ആഗ്രഹം അത് മാത്രം കൽബിൽ വെച്ചുകൊണ്ട് ഈ ബലികർമ്മത്തിലൂടെ, ഈ ഉദ്ഹിയ്യത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്, അള്ളാഹുവിങ്കൽ എനിക്ക് ലഭിക്കാനുള്ള പ്രതിഫലമാണ്. അതല്ലാതെ ഒന്നും ഞാൻ എൻ്റെ കൽബിൽ കരുതുന്നില്ല. അത്ര നിഷ്കളങ്കമായി വളരെ നന്നായി നല്ല രീതിയിൽ ആ കർമ്മങ്ങളൊക്കെയും ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ അരികിലേക്ക് പരിശുദ്ധമായ ദുൽഹജ്ജ് കടന്നു വരികയാണ്. ദുൽഹിജ്ജ മാസം വളരെ ശ്രേഷ്ഠമായ മാസമാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ പകലുകൾ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞ പ്രഭാതങ്ങൾ, സത്യം ചെയ്തു പറഞ്ഞ പകലുകൾ, സത്യം ചെയ്തു പറഞ്ഞ രാത്രികൾ, ശ്രേഷ്ഠമായതിന്റെ പട്ടികയിലാണ് ദുൽഹജ്ജ് ഉൾപ്പെടുന്നത്. വളരെ ശ്രേഷ്ഠമായ മാസം, യുദ്ധം ഹറാമായ മാസം, മറ്റു മാസങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ദുൽഹജ്ജ് മാസത്തിൽ നമുക്ക് കാണാം. ആ മാസത്തിലാണ് ഹജ്ജ് കർമ്മം നടക്കുന്നത്. ആ മാസത്തിൽ പരിശുദ്ധമായ അറഫയിൽ ആളുകൾ ഒന്നിച്ചുകൂടുകയാണ്. അതുപോലെ ആ മാസത്തിൽ അറഫ ദിവസം അവിടെ ഒന്നിച്ചുകൂടാത്തവർ നോമ്പെടുത്ത് അവരോട് ഐക്യപ്പെടുകയാണ്. ആ മാസത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിവസങ്ങൾ അല്ലാഹുവിങ്കൽ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തെ വളരെയേറെ പവിത്രതയോടുകൂടി നാം ഗൗനിക്കുകയും ആ ദിവസങ്ങളിൽ നന്നായി അമൽ ചെയ്യുകയും ചെയ്യണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, അഫ്ളലു അയ്യാമിദ് ദുനിയാ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ അത് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ശ്രേഷ്ഠമായ ആ പകലുകളാണ് നമ്മിലേക്ക് വരുന്നത്. ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തസ്ബീഹി വത്തഹ്മീദ്, ആ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലുകൾ അധികരിപ്പിക്കണം, ആ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറുകൾ അധികരിപ്പിക്കണം, ആ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഹംദ് പറയുന്നതിനെ അധികരിപ്പിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചതു കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധരായ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ പവിത്രമായ 10 ദിനങ്ങൾ, ആ ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് സുന്നത്ത് നോമ്പുകളെയാണ്. സുന്നത്തായ നോമ്പുകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പെടുത്തിരുന്നതായി മഹതിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ആ ദിവസങ്ങളിലെ നോമ്പ് അത് പ്രത്യേകമായി സുന്നത്താണെന്ന് മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. തുച്ഛമായ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ദുൽഹജ്ജിലേക്ക് എത്തുകയാണ്. ദുൽഹജ്ജിന്റെ 1 മുതൽ നോമ്പെടുക്കാൻ നാം പരിശ്രമിക്കുക. ആ ദിവസങ്ങളിൽ
വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാരായ ഫുഖഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രിയപ്പെട്ട ദുൽഹജ്ജിന്റെ ദിവസങ്ങൾ, അല്ലാഹുവിന്റെ അടുക്കൽ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളെ പോലെ പ്രിയപ്പെട്ട മറ്റു ദിവസങ്ങളില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അതുപോലെ അല്ലാഹുവിങ്കൽ പ്രത്യേകമായി സ്വീകരിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ അടുക്കൽ സന്തുഷ്ടകരമായ കർമ്മങ്ങളില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെല്ലാം നോമ്പെടുക്കാൻ നമ്മൾ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ അതിന്റെ മഹത്വത്തെ പരിഗണിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ നോമ്പെടുക്കണം. മഹാനരായ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഉന്നയത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആയുസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ആളിന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് മഹാനരായ ഖുത്ബുൽ അഖ്താബ് ഔലിയാക്കളുടെ നേതാവായ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു ആയുസ്സിൽ ബറക്കത്ത് ചെയ്യും, സമ്പത്തിൽ അല്ലാഹു തആല വർധനവ് നൽകും, അല്ലാഹു അവരുടെ കുടുംബത്തെ സംരക്ഷിക്കും, അതുപോലെ അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടും, അതുപോലെ നന്മകൾക്കെല്ലാം ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. മരണത്തിന്റെ സമയത്തുള്ള വേദന അത് ലഘൂകരിച്ചു കിട്ടാൻ ദുൽഹജ്ജിലെ നോമ്പ് കാരണമാകുമെന്ന് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഖബറിലെ ഇരുട്ടിൽ നിന്ന് അല്ലാഹു തആല പ്രകാശം കൊണ്ട് അവനെ സംരക്ഷിക്കും, അതുപോലെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല അവനെ കാത്തു സംരക്ഷിക്കും. അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുമെന്ന് ദുൽഹജ്ജ് മാസത്തെക്കുറിച്ച് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ലേ? ആയുസ്സിൽ ബറക്കത്തുണ്ടാകണം, സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം, കുടുംബം റാഹത്തിലാകണം, തെറ്റുകളെല്ലാം പൊറുക്കപ്പെടണം, നമ്മൾ ചെയ്ത നന്മകളൊക്കെ അല്ലാഹു സ്വീകരിക്കണം, മരിക്കുന്ന സമയം ഈമാനോടുകൂടി മരിക്കാൻ കാരണമാകണം, ഖബറിൽ രക്ഷപ്പെടണം, അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പദവികൾ കിട്ടണം. ഇതാഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരാൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ഏതെങ്കിലും ഒരാൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാ ആളുകൾക്കും ആഗ്രഹം ഇതെല്ലാം ലഭിക്കണമെന്നല്ലേ? അതിനുള്ള വഴിയാണ് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് ആ ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനരായ സയ്യിദുനാ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുൽഹജ്ജിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നന്മ ചെയ്യാൻ കഴിയാത്തവന് നാശമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനരായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ദിവസം മുതൽ ദുൽഹജ്ജിനെ ആദരിക്കുന്നതിൽ അറഫയുടെ ദിവസം വരെ കാത്തു നിൽക്കാനല്ല, ഹജ്ജിന്റെ പവിത്രമായ ആ മാസത്തിന്റെ ആരംഭം മുതൽ ആ മാസം അല്ലാഹു തആല പ്രത്യേകമായി എണ്ണിയ മാസമല്ലേ? ഫീഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അല്ലാഹു പ്രത്യേകമാക്കിയ ആ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളെ വല്ലാതെ ബഹുമാനിക്കണം, അതുപോലെ ദാനധർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം. ആ പ്രത്യേകമായ ദിവസങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട അമലുകൾ കൊണ്ട് ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ, ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തസ്ബീഹ് വത്തഹ്മീദ്. ആ ഹദീസ് നമ്മെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അല്ലാഹുവിന് ഒരുപാട് ദിക്റു ചൊല്ലേണ്ട ദിവസങ്ങളാണ് നമ്മിലേക്ക് ആഗതമാകുന്നത്. ധാരാളം ദിക്റുകൾ ചൊല്ലണം, ഖൈറായ മജ്ലിസുകളൊക്കെയും ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ആയുസ്സിനെ നാം ചിട്ടപ്പെടുത്തി പരിശുദ്ധമായ ദിവസങ്ങൾ നമ്മിലേക്ക് ലഭിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹു നൽകുന്ന കാരുണ്യമാണ്, അവന്റെ അടിമകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ഇത്തരം നല്ല ദിവസങ്ങൾ. ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരാണ് ബുദ്ധിമാന്മാർ. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തി ഖൈറായ രീതിയിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിനെയൊക്കെ
ചെലവഴിച്ചുകൊണ്ട് നമ്മളൊക്കെയും അള്ളാഹുവിലേക്ക് അടുക്കാനും നാളെ പരലോകം രക്ഷപ്പെടാനും കൂടുതൽ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ടവരാണ്. മഹാന്മാരായ മുൻഗാമികളിൽ നിന്ന് കാണാം, സയ്യിദുന സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ബസ്റയിലൂടെ നടന്നു പോകുന്ന നേരം, മഹാനരായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ബസ്റയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സമയം ആ ഖബർസ്ഥാനിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഖബർ പ്രകാശിക്കുന്നത് ബഹുമാനപ്പെട്ടവർ കാണുകയാണ്. ഖബറിന്റെ ഉള്ളിൽ വലിയ പ്രകാശം, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ഒരു ഖബറിൽ കണ്ടപ്പോ, അല്ലാഹുവേ എത്ര ഭാഗ്യവാനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഖബർ, ഇരുളാർന്ന ഖബർ പ്രകാശിക്കുകയാണല്ലോ റബ്ബേ, എത്ര സൗഭാഗ്യവാനായ മനുഷ്യൻ. അദ്ദേഹം ചെയ്ത അമൽ എന്തായിരിക്കും, അദ്ദേഹത്തിന് ഈ പദവി കിട്ടാനുള്ള കാരണം എന്തായിരിക്കും? മഹാനരായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയാണ്. പ്രകാശിക്കാൻ മാത്രം, ഇത്ര കണ്ണഞ്ചിക്കുന്ന പ്രകാശമുള്ള തരത്തിൽ ഈ ഖബർ ഇങ്ങനെ പ്രകാശിക്കാൻ മാത്രം ഇയാൾ ചെയ്ത സൽക്കർമ്മം ഏതാണ്? ഉടനെ മറുപടി വന്നു, ഓ സുഫിയാൻ, ഓ സുഫിയാൻ, ഓ സുഫിയാൻ, അല്ലാഹു തആല ഈ പ്രകാശം എന്റെ ഖബറിൽ തന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? എങ്ങനെയാണ് ഈ പ്രകാശം ഖബറിൽ കിട്ടിയതെന്നറിയുമോ? അലൈക ബിസ്സിയാമി അശ്രി ദിൽഹിജ്ജ, പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ, അതിൽ 9 ദിവസങ്ങളിൽ നോമ്പെടുക്കൂ സുഫിയാൻ. എന്നാൽ യുഅതാലക ഫിൽ ഖബരി നൂറും മിസ്ലി, നിങ്ങളുടെ ഖബറും ഇതുപോലെ പ്രകാശിക്കും സുഫിയാൻ എന്ന് ഖബർസ്ഥാനിൽ നിന്ന് ബസ്റയിലൂടെ നടന്നു പോകുന്ന നേരത്ത് കേൾക്കുകയാണ് സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ ഖബർ പ്രകാശിക്കണോ? അതാണ് സയ്യിദുനാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖബർ പ്രകാശിക്കാൻ ദുൽഹജ്ജിലെ നോമ്പ് കാരണമാണ്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് മാസത്തെ നോമ്പെടുത്തുകൊണ്ട്, അല്ലാഹു പൊരുത്തപ്പെട്ട അമൽ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഇൽമിന്റെ മജ്ലിസുകൾ, ഖൈറായ മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ഒക്കെയും തയ്യാറാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് മജ്ലിസുകൾ നമ്മുടെ പള്ളിയിൽ തന്നെ നടക്കുന്ന ഇൽമിന്റെ മജ്ലിസുകളുണ്ട്. നമ്മുടെ പള്ളിയിൽ പരിശുദ്ധമായ ഖുർആൻ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്താണ്. ധാരാളം ആളുകൾ അതിൽ ഞായറാഴ്ച രാവിലെ ഒരു 20 മിനിറ്റ് ഞാൻ ടൈമർ ഓണാക്കി വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. കാരണം അധികരിച്ചു പോയാൽ, സമയം കൂടിപ്പോയാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടാകണമല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായ ടൈമിങ്ങിലാണ് ഇവിടെ ക്ലാസ് നടക്കുക. പള്ളിയിൽ വരുന്ന ജമാഅത്തിന് വരുന്നവരോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സൂറത്താണ്. പ്രഭാതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 20 മിനിറ്റ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. എത്ര വലിയ ശ്രേഷ്ഠതയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് ഖുർആൻ പഠിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കാരുണ്യങ്ങൾ വലുതാണ്. ആ സൂറത്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ വായിച്ചൊരു ഹദീസുണ്ട്, ഒരു തവണ ഇദാ സുൽസിലത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യന് ഖുർആനിന്റെ പകുതി ഓതിയ പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്വമുള്ള സൂറത്ത്. നമ്മൾ താഴെ നിന്ന് ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ പഠിക്കാൻ എത്രയോ സമയം നമ്മൾ അങ്ങാടികളിൽ ചെലവഴിക്കുന്നു, കൂടി നിന്ന് വർത്തമാനങ്ങൾ പറയുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചെലവഴിക്കുന്നു. എത്രയോ സമയം നമ്മൾ കടകളിൽ, കച്ചവടങ്ങളിൽ, കമ്പോളങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആയുസ്സിൽ ലഭിക്കുന്ന സമയം ഒരു 5 മിനിറ്റ് ഇൽമു കേൾക്കാൻ, ഒരു 10 മിനിറ്റ് അറിവ് പഠിക്കാൻ, ഒരു 20 മിനിറ്റ് ഖുർആൻ പാരായണം പഠിക്കാൻ, ഖുർആനിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഖുർആനിന്റെ ആഴങ്ങളും മനസ്സിലാക്കാൻ നമുക്കെന്തുകൊണ്ട് ചെലവാക്കാൻ കഴിയുന്നില്ല? നാം ഓരോരുത്തരും നമ്മുടെ നഫ്സിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, നമുക്കെന്തുകൊണ്ടത്രയും ഈമാൻ വരുന്നില്ല? നമുക്ക് ഈമാൻ ഉണ്ടാകണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധമായ ദുൽഹജ്ജ് വരുമ്പോ ധാരാളം സമയം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഖുർആനിലായി ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ താബിഈങ്ങളിൽ നിന്ന് ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. അവിടുന്ന് പരിശ്രമിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്ന
പോകുന്ന തരത്തിൽ അത്രയേറെ അധ്വാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ പകലുകളിൽ ഇബാദത്ത് ചെയ്തയാളാണ് ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽ പ്രമുഖനായിരുന്ന സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാം, ദുൽഹജ്ജിന്റെ പരിശുദ്ധമായ ആദ്യത്തെ ദിവസങ്ങൾ അത് പവിത്രമാണ്, അത് ഉത്കൃഷ്ടമാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്, അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിക്കുകയും ആ ദിവസങ്ങളിൽ അവർ അധ്വാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ധാരാളം സദഖ കൊടുത്ത്, ധാരാളം ദിക്റുകൾ ചൊല്ലി, ധാരാളം നോമ്പെടുത്ത് അല്ലാഹുവിലേക്ക് നമുക്ക് ചേരാൻ കഴിയുന്ന ഏതെല്ലാം വഴിയുണ്ടോ ആ വഴികളെല്ലാം തെരഞ്ഞെടുത്തുകൊണ്ട് ഖൈറായ നിലയിൽ മുന്നിലേക്ക് പോവുക. അല്ലാഹു നമുക്കെല്ലാം ദുൽഹജ്ജിൽ നോമ്പെടുക്കാനും പരിശുദ്ധ പെരുന്നാളും പരിശുദ്ധമായ അറഫയുമെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താനും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന ദിവസം കൂടിയാണ്. 10ാം ക്ലാസ്സിൽ അല്ലാഹു തആല അവർക്കൊക്കെയും ഉന്നതമായ വിജയം, നമ്മുടെ മഹല്ലത്തുകളിൽ നിന്ന് പരീക്ഷ എഴുതിയ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. അവരുടെ പരീക്ഷണങ്ങൾ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ വളരെയേറെ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. 22 ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നു. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന പരീക്ഷകളിൽ ഒന്നാണ് നീറ്റ് എക്സാം. ആ നീറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്ന വാർത്തകൾ അത്ര നീറ്റല്ലാത്ത വർത്തമാനങ്ങളാണ്. കഴിഞ്ഞ കുറെ കാലമായി വിദ്യാഭ്യാസ മാഫിയകൾ അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഈ രാജ്യത്ത് അർഹതപ്പെട്ട പല വിദ്യാർത്ഥികൾക്കും അവരർഹതപ്പെട്ട ഇടങ്ങളിൽ എത്തിച്ചേരാൻ, അവർക്ക് മാർക്ക് ലഭിക്കാൻ പല കോച്ചിങ് സെന്ററുകളും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് നീറ്റ് പരീക്ഷയുടെ പേപ്പറുകൾ, ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുത്തവരുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ. കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഹരിയാനയിൽ നിന്ന് 6 വിദ്യാർത്ഥികൾ ഒരേ സെന്ററിൽ പഠിച്ചവർ ഒരേ മാർക്ക് വാങ്ങി 1ാം റാങ്കിലെത്തിയത്. അതുപോലെ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നമ്മുടെ മക്കളിൽ പലരും, നമ്മുടെ മഹലിൽ തന്നെ ഉണ്ട് ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയ ഒരുപാട് കഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളുടെ അധ്വാനത്തെ പല്ലിളിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, പരിഹസിക്കുന്ന രീതിയിലുള്ള ഇടപാടുകളാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീറ്റ് ഉൾപ്പെടെയുള്ള എക്സാമുകളിൽ പരീക്ഷ എഴുതിയ 22 ലക്ഷം വരുന്ന, ഓരോ കൊല്ലവും ആ ആളുകൾ അധികരിച്ചു വരുന്ന പരീക്ഷയാണ്. ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ആ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ ആളുകളെ കൃത്യമായ നിയമ നടപടികൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്, വിദ്യാർത്ഥികളോട് ചെയ്യേണ്ട നീതിയാണ്. അല്ലാഹു നമ്മുടെ മക്കളുടെ പരീക്ഷകളിലൊക്കെയും വിജയം നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലാഹു അകറ്റി നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി മുഹമ്മദ്.